പിന്നെ മർക്കസ് ദാവക്ക് കിട്ടുന്ന അടിയൊക്കെ ചിലതൊക്കെ സി ഡി ടവറിനും കൊള്ളുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ചില മിസൈലുകളൊക്കെ എവിടേക്കും പോകുന്നുണ്ട്, സി ഡി ടവർക്കും പോകുന്നുണ്ട്. പരപ്പനങ്ങാടിയിൽ നിന്ന് പോണ ചില മിസൈലൊക്കെ സി ഡി ടവറിനും പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പ്രകമ്പനം ഇപ്പം അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ KJUവിൻ്റെ സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ആദ്യം കേട്ടോളൂ. അദ്ദേഹത്തിന്റെ ബുദ്ധി എന്താ? ജിന്ന് എന്ന് പറഞ്ഞാൽ ഭൗതികാണ്. ജിന്ന് ഭൗതികാണ്. ഭൗതികമായ ജിന്നിനോട് ഒരു തേട്ടം നടത്തിയാൽ ആ തേട്ടം ഭൗതികമേ ആകുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ശിർക്കാവില്ല. ഇതാണ് അഖലാനിയത്ത്. ഇതാണ് അഖലാനിയത്ത്. പരപ്പനങ്ങാടിയിൽ നടക്കുന്നത് മുജാഹിദുകൾ തമ്മിലുള്ള ഖണ്ഡന പ്രസംഗമല്ല. രണ്ട് തരത്തിലുള്ള അഖലാനിയത്ത് പിടികൂടിയവർ തമ്മിലുള്ള പോരാട്ടമാണ്. രണ്ട് അഖലാനികളാണ്. ഒരു കൂട്ടർ അഖലാനിയത്ത് കൊണ്ട് ജിന്ന് ഭൗതികമാണെന്ന് കണ്ടെത്തി ആ ജിന്നിനോട് സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാവുകയില്ല എന്നതിലേക്കെത്തി. ഈ ലൈഫായ ദുർബലമായ ഈ ഹദീസ് വെച്ചല്ല അബ്ദുൽ ജബ്ബാർ മൗലവി ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ എന്താ പറഞ്ഞത്? പരപ്പനങ്ങാടിയിൽ രണ്ട് അഖലാനികൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഒരു അഖലാനി ആരാണ്? വിസ്തം. മറ്റേ അഖലാനി മർക്കസ് ദാവക്ക്. അപ്പൊ നമ്മൾ അഖലാനിയാണെന്നുള്ള അവിടെ വെക്കട്ടെ. അപ്പൊ മർക്കസ് ദാവ അഖലാനി നിങ്ങൾ സമ്മതിച്ചല്ലോ. ശരി. അപ്പൊ ഈ അഖലാനികളുമായിട്ടല്ലേ ഇപ്പൊ നിങ്ങൾ ഐക്യത്തിന് പോയിനി. അപ്പൊ ഈ അഖലാനികളുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ ഇപ്പൊ സി ഡി ടവറിലുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ അഖലാനിയത്ത് സി ഡി ടവറിൽ ഉണ്ട് എന്ന് ഇപ്പൊ നമ്മുടെ സെക്രട്ടറി സമ്മതിച്ച്. ഞങ്ങളെ കൂട്ടത്തിൽ പിന്നെ ജബ്ബാർ മൗലവിന്റെ പേരിൽ ആദ്യം നോണ പറഞ്ഞിട്ട് ഉപരി തുടങ്ങുമ്പോൾ ഇതിപ്പോ എന്താ വെച്ചാൽ തൗഹീദ് വിട്ടാ പിന്നെ നോണോടല്ലാതെ കഴിച്ചിലാവില്ല. അതിപ്പോ എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ തന്നെ. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി എന്തൊക്കെ നോണ ആൾക്കാർ പറഞ്ഞു. ഇമാം ഇബ്നു അബ്ദുൽ വഹാബിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ പറ്റി എന്തൊക്കെ പറഞ്ഞു, KM മൗലവിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു, ഉമർ മൗലവിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു. ആ നോണൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അത് സി ഡി ടവർക്കാരിൽ നിന്ന് കേൾക്കേണ്ടി വരും, അതുപോലെ മർക്കസ് ദാവക്കാരിൽ നിന്ന് കേൾക്കേണ്ടി വരും. പിന്നെ പറയുന്നത് വെച്ചാൽ രണ്ട് അഖലാനികൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് എന്താ? ജബ്ബാർ മൗലവി ജിന്ന് ഭൗതികമാണെന്ന് കണ്ടെത്തി, അതുകൊണ്ട് എന്ത് ചോദിച്ചാലും ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു സെക്രട്ടറിയോട്, ഹനീഫ് മൗലവി ജബ്ബാർ മൗലവി എവിടെ അത് പറഞ്ഞ്? ജിന്ന് ഭൗതികമായ എന്ത് ചോദിച്ചാലും ശിർക്കാകൂലെന്ന് ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ മൗലവിയെ സംബന്ധിച്ച് നിങ്ങൾ പച്ചാന്നോണേ പറഞ്ഞു. പച്ചാന്നോ. ഇത് നിങ്ങളെല്ലാ ടീമിൻ്റെയും ഏർപ്പാടാണ്. മഹാനായ മരിച്ചുപോയ മനുഷ്യൻ ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്ത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹത്തെ സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് പ്രവർത്തിക്കാൻ ഭാഗ്യം കിട്ടിയവരെ ഞാനും വൈസവും ഇവിടെ ഇരിക്കുന്ന പല ആളുകളും അദ്ദേഹത്തിന് അടുത്തറിയുന്ന ആളുകളാണ് നമ്മളൊക്കെ. തൗഹീദിന് വേണ്ടി രാത്രിയുടെ ഭാഗത്ത് പോലും കിതാബിലേക്ക് കണ്ണു നട്ടിരുന്ന് ഇതേ ഹനീഫ് കായക്കൊടിക്കും ഇതേ അനസ് മുസ്ലിയാർക്കും കിതാബ് ഓതി പഠിപ്പിച്ച് ഈ തൗഹീദിനെതിരെ പടപെട്ടാൻ വേണ്ടി അവരെ മുന്നിൽ നിർത്തിയ ആ മഹാപണ്ഡിതനെ പരിച്ച് നോണല്ലാതെ നിങ്ങളെ തൊള്ളിന്ന് വരില്ല. മനസ്സിലായില്ലേ? നിങ്ങളെ തൗഹീദ് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താ? അഖലാനികൾ ഇവിടെ ആരാണെന്നാ. അപ്പൊ ജിന്ന് ഭൗതികമാണ് എന്ന് പറഞ്ഞ അഖലാനിയത്താണ്. ഞാൻ ചോദിക്കുന്നു, ഈ ജിന്നുങ്ങൾക്ക് എന്നാ അബോധികത? ഇവിടെ അനസ് മുസ്ലിയാരെ കിടപ്പിവിടട്ടല്ലോ. എന്ത് ചെയ്താലും ഭൗതികമാണ്, അബോധികമല്ല. 2/5/6/11 ശരിക്കും കുറിച്ച് വെച്ചോളി. 5/6/11 CD ടവറിൽ അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്ന, ഇന്ന് KNM ഉള്ളിലാണ് പുറത്താണ് പറയില്ല കേട്ടോ എനിക്ക്, അയാളുടെ നേതൃത്വത്തിൽ നടന്ന ആ ഗൂഢയോഗത്തിലാണ് നിങ്ങൾക്ക് ജിന്ന അബോധികായത്. നിങ്ങൾക്കറിയാം. അതിന് മുമ്പ് പിന്നെ മഹാൻ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണെന്ന് ഈ ഡേറ്റിന് മുമ്പ് KNM ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയോ? മാത്രമല്ല, ഈ ഇസ്ലാഹി ലേഖനം ഇതിന് ശേഷം അബ്ദുൽ ജബ്ബാർ മൗലവി എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ അംർ ഇബ്നു വഹയ് ഉണ്ടല്ലോ, ആ അംർ ഇബ്നു വഹയിന്റെ ലേഖനം, അംർ ഇബ്നു വഹയ് നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ ഗഫറല്ലാഹു ലഹു, അദ്ദേഹത്തിന്റെ ലേഖനം നിങ്ങളുടെ വിചിന്തനത്തിൽ കൊടുത്തിട്ടുണ്ടോ? അല്ലേ? കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതാ വിചിന്തനം പിടിച്ചോ. ഇത് 2009 ജൂൺ 19. ഇയാൾ പിന്നെ ഇത് അബ്ദുൽ ജബ്ബാർ മൗലവി 2007 എഴുതിയ പച്ചയായ ശിർക്കുകളുണ്ടല്ലോ. നിങ്ങളിപ്പോ മൂവാറ്റ് പോയി പറഞ്ഞേ മുശിരിക്കായി പോയി എന്ന് പറഞ്ഞേ. ആ അബ്ദുൽ ജബ്ബാർ മൗലവി 2007 എഴുതിയ ലേഖനം, അദ്ദേഹം മുശിരിക്കാണെങ്കിൽ ആ മുശിരിക്കിന്റെ ലേഖനം ഇതാ നിങ്ങൾ 2009 കൊടുത്തിരിക്കുന്നു വിചിന്തനത്തിൽ. മറുപടി ഉണ്ടോ സെക്രട്ടറി നിങ്ങൾക്ക്?
അപ്പൊ നിങ്ങൾക്ക് ശിർക്കും തൗഹീദും തിരി എത്ര കാലതാമസം ഉണ്ടോ? ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലുണ്ടോ? ഇവിടെ അഖലാനികളാണ് പോലും. എന്താ അഖലാനിയത്ത്? വിസ്തത്തിന്റെ അഖലാനിയത്ത് എന്താണ്? വിസ്തത്തിന്റെ അഖലാനിയത്ത് ജിന്ന് ഭൗതികാണെന്ന് കണ്ടെത്തി. അപ്പൊ 2012 മുമ്പ് KNM അഖലാനികളായിരുന്നോ? നിങ്ങൾ മറുപടി പറയണം. പിന്നെ അപ്പൊ ഈ അഖലാനിയത്തുമുള്ള ആളുകളോടാണോ നിങ്ങൾ ലയിച്ചത്? ലയിച്ചു. ആ അഖലാനിയത്ത് തിരുത്തിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ കോഴിക്കോട് പ്രസംഗത്തിൽ നിങ്ങളുടെ ഐക്യലേഖനം അല്ലെങ്കിൽ ഐക്യവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ നടത്തിയ ചർച്ച കരാർ ഞങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിരുന്നു. അതിൽ സിഹർ നിങ്ങൾ തീരുമാനമാക്കിയിട്ടില്ല. ഉണ്ടെങ്കിൽ ഇവിടെ സെക്രട്ടറി വന്നിവിടെ പറയട്ടെ. ഇപ്പൊ നമുക്ക് സുഖമുണ്ടോ? ഒറ്റ വെടിക്ക് 2 പൈസ കോഴിക്കോട് കണ്ട് വെച്ചാൽ മതി. ഒന്ന് സിഗരറ്റ് വെള്ളം പോകും, മറ്റൊന്ന് ഇവിടെ പോകും. നമുക്ക് ഇവിടെ നിന്ന് വിട്ടാൽ മതി. ഒക്കെ 2 വാദമൊന്നല്ലേ? കാരണം അപ്പുറത്തുനിന്നൊക്കെ ഇസ്തിംതാഅപ്പ് നല്ല അങ്ങോട്ട് കിട്ടും. അല്ലെങ്കിൽ പറയും ഈ സെക്രട്ടറി അഖലാനി എവിടെയുള്ളത്? നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് അഖലാനികളായ ആളുകളുടെ ഈ ശബാബുകാട് കോഴിക്കോട് സമ്മേളനത്തിൽ നിങ്ങളുടെ KNMന്റെ 2 നേതാക്കന്മാർ ആശംസ പറഞ്ഞിട്ടുണ്ട്. കായക്കൊടി അറിഞ്ഞിട്ടുണ്ടോ? അഖലാനികൾ ഈ CD ടവറിലുള്ള അഖലാനികളായ 2 ആളുകള് ഈ മർക്കസ് ദേവ എന്ന് പറയുന്ന ഈ അഖലാനികളുടെ കോഴിക്കോട് സമ്മേളനത്തിൽ ആശംസ പറഞ്ഞിട്ടുണ്ട്. എന്തിനാശംസ? ഈ പച്ചയായ കുഫറും ഹദീസ് നിഷേധവും നിരന്തരമായി കൊണ്ട് എഴുതിവിടുന്ന ഈ ശബാബിന് സർവ്വവിധ ആശംസകളും. ആര്? വിസ്തല്ല, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട 2 ആൾക്കാർ കോഴിക്കോട് സമ്മേളനത്തിൽ ഇതേ ആളുകൾ ഹദീസ് നിഷേധിച്ച് നിങ്ങൾ മറുപടി പറഞ്ഞോ? നിങ്ങൾ നടപടി എടുത്തോ? അതുകൊണ്ട് അഖലാനിയത്തിന്റെ കൊട്ട അവിടെ നോട്ടെ, അത് നിങ്ങളുടെ തലയിൽ CD ടവർ തന്നെ വെച്ചാളി. അത് ഇങ്ങോട്ട് ആ കൊട്ട ഇങ്ങോട്ട് എടുക്കണ്ട. മനസ്സിലായില്ലേ? ഞാൻ ചോദിക്കുന്നു, അനീഫ് കായക്കൊടി, നിങ്ങളുടെ KJ നടത്തിയ സെമിനാറിലല്ലേ സഹീഹുൽ ബുഖാരിയിലെ മുത്തഫഖുൻ അലൈഹി ഹദീസ് അതിന്റെ മത്ന് ശരിയല്ല എന്ന് പച്ചയായിക്കൊണ്ട് പ്രസംഗിച്ചിട്ടില്ലേ? വേണോ ക്ലിപ്പ്? ഇപ്പൊ ഞങ്ങളിടുന്നില്ല. നിഷേധിക്കുങ്ങൾ. എവിടെ അഖലാനികളുള്ളത്? ഈ KNMന്റെ ഉള്ളിൽ സഹീഹുൽ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിരിക്കുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസ്, ആ ഹദീസിന്റെ മത്ന് ശരിയല്ല എന്ന് നിങ്ങളുടെ KJയുടെ സെമിനാറിൽ KJയുടെ ആസ്ഥാനമായ പുളിക്കൽ വെച്ചുകൊണ്ട് നിങ്ങൾ സംസാരിച്ചിട്ടില്ലേ? ഉണ്ട്. ഈ ബുഖാരി മുസ്ലിം ലോകത്ത് മുഴുവൻ പിന്നെ സ്വീകരിക്കപ്പെടുന്ന ഹദീസ് അത് തള്ളിയാലും അതിന് കുഴപ്പമില്ല എന്ന് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ എഴുതിയിട്ടില്ലേ? ഇല്ലെങ്കിൽ പറയും തെളിവോടെ ഇപ്പൊ ഞങ്ങൾ എടുക്കണില്ല. ഇവിടെ ഉണ്ട് തെളിവ്. മനസ്സിലായില്ലേ? അവിടെ അഖലാനി, വിസ്തത്തിന്റെ അഖലാനി എന്നുള്ളത് അവിടെ നോട്ടെ. മനസ്സിലായില്ലേ? ആ അഖലാനി കൊട്ട അവിടെ നോട്ടെ. അത് നിങ്ങളെ തലീക്കാ ചേരുള്ളൂ.